അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നുകമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈനി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. അപ്പോൾ ഒന്നാമത്തത് ഫി സുന്ദൂഖി തിസ്അത അശറ ഡാഷ്. അപ്പോൾ അവിടെ കലമുൻ എന്നാണോ, കലമൻ എന്നാണോ, ഖിലാദത്തൻ എന്നാണോ? ഏതാണ്? കലമൻ എന്നുള്ളതാണ്. ഫി സുന്ദൂഖി പെട്ടിയിലുണ്ട് അല്ലെങ്കിൽ ബോക്സിലുണ്ട്. തിസ്അത അശറ 19 കലമൻ പേനകൾ. അപ്പോൾ അവിടെ കലമൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് അത്വാലിബു വിദ്യാർത്ഥി ഡാഷ് വക്ത ദർസി പഠന സമയത്ത് അല്ലെ. അപ്പോൾ അവിടെ ലാ യലഅബ്, ലാ തലഅബ, ലാ തലഅബ്ന. അപ്പോൾ അവിടെ ലാ യലഅബ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ അത്വാലിബു വിദ്യാർത്ഥി ലാ യലഅബ് കളിക്കരുത്, വക്ത ദർസി പഠന സമയത്ത്. ഇനി മൂന്നാമത്തത് ഡാഷ് കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി. അപ്പോൾ അവിടെ ലി യഗ്ലമാനി, ലി തക്തുബ്, ലി യക്തുബ്. അപ്പോൾ അവിടെ ലി യക്തുബ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ലി യക്തുബ് കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി. ലി യക്തുബ് എഴുതട്ടെ, കുല്ലു ത്വാലിബിൻ എല്ലാ വിദ്യാർത്ഥികളും, ഫി ദഫ്തരിഹി അവരുടെ നോട്ട് ബുക്കിൽ. നാലാമത്തെ ഡാഷ് അൽ മർഅതു ദാഖിലൽ ബൈത്തി. അവിടെ തഖൂമു, യഖൂമു, ഖാമ. അപ്പോൾ അവിടെ തഖൂമു എന്നുള്ളതാണ്, കാരണം ഒരു സ്ത്രീ ആയതുകൊണ്ട് അവിടെ തഖൂമു എന്നുള്ളതാണ് എഴുതാനുള്ളത്. തഖൂമുൽ മർഅതു സ്ത്രീകൾ എന്ത് ചെയ്യും? നിൽക്കും അല്ലെങ്കിൽ നിന്ന് നിസ്കരിക്കും. ദാഖിലിൽ ബൈത്തി വീടിന്റെ ഉള്ളിൽ. ഇനി അഞ്ചാമത്തത് മാ ലഗിബത്ത് നീ കളിക്കരുത്. അനീസത്തു. അപ്പോൾ അവിടെ അനീസത്തു എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഫി വക്തി ദർസി ഏത് സമയത്ത്? പഠന സമയത്തിൽ. അപ്പോൾ അവിടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയത് അൽ വലതു, അത്വാലിബു, അനീസത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ അനീസത്തു എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി ആറാമത്തത് ഡാഷ് അദ്ദഹബു മിനൽ മുജൗഹരി മുജൗഹറത്തി. അവിടെ സറഖ, സുരിഖ, ഖറഅ. അപ്പോൾ അവിടെ സുരിഖ എന്നുള്ളതാണ് മോഷ്ടിക്കപ്പെട്ടു എന്നതാണ് സുരിഖ എന്നതിന്റെ അർത്ഥം. സുരിഖ ദഹബു സ്വർണം മോഷ്ടിക്കപ്പെട്ടു, മിനൽ മജൗഹറത്തി മിനൽ മുജൗഹറത്തി. മുജൗഹറത്ത് എന്ന് പറഞ്ഞാൽ ജ്വല്ലറിയിൽ നിന്ന്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നുമയ്യിസു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ജുംലത്തുൽ ഇസ്മിയയും കൊടുത്തിട്ടുണ്ട്, ജുംലത്തുൽ ഫേലിയയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോന്നിന്റെയും അത് വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് അൽ ജുംലത്തുൽ ഇസ്മിയ. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്മു കൊണ്ട് തുടങ്ങുന്നതാണ് ജുംലത്തുൽ ഇസ്മിയ അല്ലെ. അപ്പൊ അവിടെ ഒരു ഇസ്മു കൊണ്ട് തുടങ്ങുന്നതാണ് ജുംലത്തുൽ ഇസ്മിയ. അപ്പൊ ഇസ്മ നോക്കുക. അപ്പൊ ഇസ്മ കൊണ്ട് ആദ്യം തുടങ്ങുന്നത് ഏതാണോ അതാണ് ജുംലത്തുൽ ഇസ്മിയ. അപ്പൊ ഒന്ന് നമുക്ക് നോക്കാം. അൽ വാലിദാനി ഹുമാ ദാഹിബാനി അതാണ് ജുംലത്തുൽ ഇസ്മിയിൽ ഒന്നാമത്. കാരണം അൽ വാലിദാനി എന്നുള്ളത് എന്താണ്? പേരാണ്. ആൺകുട്ടികൾ, ഹുമ അവർ, ദാഹിബാനി പോകുന്നവരാണ്. രണ്ടാമത്തത് അത്വരീഖു ത്വരീഖ് വഴി, അതും എന്താണ്? ഇസ്മാണ്. അപ്പൊ അതും ഇസ്മിയായ ജുംലയിൽ പെട്ടതാണ്. അത്വരീഖു വാസിയുൻ വഴി വിശാലമാണ്. രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഫിഅലിയ. ഫിഅൽ കൊണ്ട് തുടങ്ങുന്നതാണ് ജുംലത്തുൽ ഫിഅലിയ. ഏതാണ്? നെക്റഉ. നെക്റഉ എന്ന് പറഞ്ഞാൽ വായിക്കും, കുല്ല അല്ലെങ്കിൽ നെക്റഉ ഓതും. കുല്ല ലൈലത്തിന് എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ സൂറത്ത്. അപ്പൊ അവിടെ അതാണ് എഴുതാനുള്ളത്. പിന്നെ ജലസ എന്ന് പറഞ്ഞാലും ഇരുന്നു എന്നാണ്. ജലസൽ ഹരിമു. അപ്പൊ അതൊക്കെ എന്താണ്? ജലസ എന്നുള്ളത് ഫിഅലാണ്, ഒരു പ്രവർത്തനമാണ്. അതും ജുംലത്തുൽ ഫിഅലിയയിൽ പെടും. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നദഉ ദാഇറത്തൻ അല നഅതി ഫഖദ്. നഅത്തിന്റെ മേൽ മാത്രം റൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് ഹുവ വലദുൻ സ്വാലിഹുൻ അവൻ സ്വാലിഹായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. അപ്പൊ അവിടെ സ്വാലിഹുൻ എന്നുള്ളതാണ് നഅത്തായിട്ട് വരുന്നത്. രണ്ടാമത്തത് അർ റജുലു മുഅ്മിനു റജുലു വിശ്വാസിയാണ്. ലാ യക്ദിബ് അവൻ കളവ് പറയുകയില്ല. അപ്പൊ യക്ദിബ് എന്നുള്ളതാണ് നഅത്ത്, അതിന് നേരെ റൗണ്ട് ചെയ്യുക. മൂന്നാമത്തത് ഇഷ്തറൈതു കലമൻ ജദീദൻ. ഇഷ്തറൈതു ഞാൻ വാങ്ങി, കലമൻ പേന, ജദീദൻ പുതിയ. അപ്പൊ അവിടെ ജദീദൻ എന്നുള്ളതാണ് നഅത്ത്, അതിന് നേരെ റൗണ്ട് ചെയ്യുക. നാലാമത്തത് ത്വലഅൽ ബദറുൽ മുനീർ. അപ്പൊ പ്രകാശിക്കുന്ന ചന്ദ്രൻ ഉദിച്ചു,
വെളിവായി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അവിടെ മുനീർ എന്നുള്ളതാണ് അടുത്തായിട്ട് വരുന്നത്. അതിന് മേലെ റൗണ്ട് ചെയ്യുക. ഇനി അടുത്തത് നുസരിഫു സറഫാക്കാനാണ് നാലാമത്തെ പ്രവർത്തനം. ഒന്നാമത്തത് ഇഫ്തഹ്. ഇഫ്തഹ് സറഫാക്കാനാണ്. ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹ്ന. രണ്ടാമത്തത് ബിഅ, ബിഅ, ബിഉ, ബിഇ, ബിഅ, ബിഅന. 3 ലിയജ്ലിസ്, ലിയജ്ലിസ, ലിയജ്ലിസു, ലിതജ്ലിസ്, ലിതജ്ലിസ, ലിയജ്ലിസ്ന. 4 ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബു, ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബ്ന. അഞ്ചാമത്തത് ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബ്ന. ഇനി അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം നുജീബു എന്നുള്ളതാണ്. ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തത് കൈഫ യുൻഷഉ നഹിയു. നഹി എങ്ങനെയാണ് എടുക്കുക? ഉത്തരം യുൻഷഉ മിനൽ മുളാരി. മുളാരിയിൽ നിന്നാണ് എടുക്കുക. ബി വളഗി ലാ ഫി അവലിഹി. അതിന്റെ ആദ്യത്തിൽ ലാം വെക്കൽ കൊണ്ട്. അപ്പം ആദ്യത്തിൽ ലാം കൊടുക്കൽ കൊണ്ടാണ് മുളാരിയിൽ നിന്ന് എന്തെടുക്കുക? നഹി എടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം കൈഫ യുക്കവ്വിനുൽ അംറ ആയിബ്. അംറ ആയിബ് എങ്ങനെയാണ് എടുക്കുക? ഉത്തരം യുക്കവ്വിനുൽ അംറുൽ ആയിബ്. അംറുൽ ആയിബ് എടുക്കും മിനൽ മുളാരി ആയിബ്. മുളാരി ആയിബിൽ നിന്ന് എന്തെല്ലാം ചെയ്യും? ബി സിയാദത്തി ലാമിൻ മക്സൂറത്തിൻ ഫി അവലി മുളാരി. അപ്പോ മുളാരിയുടെ ആദ്യത്തിൽ കസ്റാക്കപ്പെട്ട ലാം അധികരിപ്പിക്കൽ കൊണ്ടും വ സുക്കൂനിൽ ആഖിരി അവസാനത്തതിന് സുക്കൂന് ചെയ്യൽ കൊണ്ടും. അപ്പൊ ആ രൂപത്തിലാണ് എന്തെടുക്കുക? അംറ ആയിബ് എടുക്കുക. മൂന്നാമത്തെ ചോദ്യം കൈഫ യുക്കവ്വിനുൽ അംറുൽ ഹാദിറു ഇദാ കാന മാ ബഅദ ഹർഫിൽ മുളാറഅത്തി മുതഹർരികൻ. അപ്പം അംറ ഹാദിർ എങ്ങനെയാണ് എടുക്കുക? എങ്ങനെയുള്ള അംറ ഹാദിറാണ്? മുളാരിയുടെ അക്ഷരത്തിന് ശേഷം ഹർക്കത്താക്കപ്പെട്ട അക്ഷരം വന്ന, അഥവാ ഹർക്കത്തായിരിക്കും, ഒന്നെങ്കിൽ ഫത്തഹോ കസ്റോ ലമ്മോ. മുളാരിയുടെ ഹർഫിന് ശേഷം ഫത്തഹോ കസ്റോ ലമ്മോ വന്ന ഒരു ഫീലിൽ നിന്നും എങ്ങനെയാണ് അംറ ഹാദിർ എടുക്കുക എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം യുക്കവ്വിനു മിനൽ മുളാരി ഹാദിർ. മുളാരി ഹാദിറിൽ നിന്നാണ് അംറ ഹാദിർ എടുക്കുക. എങ്ങനെയുള്ളത്? ബി ഹദഫി ഹർഫിൽ മുളാറത്തി. മുളാരിയുടെ ഹർഫിനെ കളയൽ കൊണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഹർക്കത്ത്, മുളാരിയുടെ ഹർഫ് കഴിഞ്ഞതിന് ശേഷം ഹർക്കത്താണെങ്കിൽ അത് അംറ ഹാദിറാക്കുമ്പോൾ അതിന്റെ മുളാരിയുടെ അക്ഷരം, മുളാരിയുടെ ഹർഫ് എന്ത് ചെയ്യും? കളയും. പിന്നെന്തും ചെയ്യും? സുക്കൂനിൽ ആഖിരി അവസാനത്തതിന് സുക്കൂനും ചെയ്യും. ഇനി നാലാമത്തെ ചോദ്യം മത്താ യകൂനുൽ മുളാരിഉ മുസ്ബത്തു മൻഫിയ. മുളാരിയിൽ മുസ്ബത്ത് മൻഫി ആകും എപ്പോൾ? ചോദ്യം ഒന്നുകൂടെ നോക്കാം. മത്താ യകൂനു മുളാരി ആകുന്നത് എപ്പോഴാണ്? അൽ മുസ്ബത്തു മൻഫിയ. മുസ്ബത്ത് മൻഫി എപ്പോഴാണ്? ഇദാ ദഖല ഹർഫു ല. ഇദാ ദഖല പ്രവേശിച്ചാൽ ഹർഫു ല. ല എന്ന ഹർഫ് പ്രവേശിച്ചാൽ ഫി അവലിൽ ഫിഅലിൽ മുളാരി ആയിട്ടുള്ള ഫിഅലിന്റെ ആദ്യത്തിൽ. അഞ്ചാമത്തത് മത്താ യകൂനുൽ ഫിഅലു മഅറൂഫൻ. എപ്പോഴാണ് ഒരു ഫിഅൽ മഅറൂഫ് ആവുക? ഇദാ ദുകിറൽ ഫായിലു മഅൽ ഫിഅലി. പ്രവർത്തിയുടെ കൂടെ പ്രവർത്തിച്ച ആളിനെ പറയപ്പെട്ടാൽ. ഒരു പ്രവർത്തനത്തിന് കൂടെ ആ പ്രവർത്തിച്ച ആളിനെ പറയപ്പെട്ട് കഴിഞ്ഞാൽ, ആരാണോ പ്രവർത്തിച്ചത് അയാളെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഫിഅൽ മഅറൂഫ്. ഇനി അടുത്തത് നുഅരിബു, അറബിയിലാക്കാനാണ് ആറാമത്തെ പ്രവർത്തനം. ഒന്നാമത്തെ ചോദ്യം എൻ്റെ ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 15 പെൺകുട്ടികളും ഉണ്ട്. അതെങ്ങനെയാണ് അറബിയിലാക്കുമ്പോൾ? ഫി ഫസുലിയ 15 വലദൻ വ 15 ബിൻതൻ. രണ്ടാമത്തെ ചോദ്യം എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്, അതിൽ ആശ്ചര്യകരമായ തോട്ടമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരും? അല്ല, അതിന്റെ അറബി ഖറിയത്തി ജമീലത്തുൻ ഫീഹാ ഹദീഖത്തുൻ റായിഅത്തുൻ എന്ന് വരും. ഇനി അടുത്തത് ഏഴാമത്തത് നുതർജിമു എന്നുള്ളതാണ്. അവിടെ കൊടുത്ത 2 അറബികൾക്ക് അർത്ഥം എഴുതുക. ഒന്നാമത്തത് അൽ കഅബത്തു അവ്വലു ബൈത്തിൻ വുദിഅ ലി ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ. രണ്ടാമത്തത് മാ ഹളറത്ത്
മാ ഹളർത്തു ഫിൽ മദ്റസത്തി മുൻദു സലാസത്തി അയ്യാമിൻ, 3 ദിവസമായിട്ട് ഞാൻ മദ്റസയിൽ വന്നിട്ടില്ല. ഇനി എട്ടാമത്തെ പ്രവർത്തനം നക്തുബുൽ അഅദാദ ബിൽ ഹുറൂഫി, അവിടെ കൊടുത്ത എണ്ണത്തിന് അറബിയിലാക്കി അഥവാ എണ്ണം ഹർഫിലാക്കി എഴുതാനാണ്. ഒന്നാമത്തെ എന്താണ്? സമാനിയത്ത അഷറത്ത തുഫാഹത്തൻ. രണ്ടാമത്തത് അവിടെ 3 എന്നാണ് നൽകിയത്, അപ്പൊ അവിടെ സലാസത്തു അഖ്ലാമിൻ. അടുത്തത് 16 സിത്തത്ത അഷറ ഉദുവൻ. അടുത്തത് 3 ത്വാലിബാത്തിൻ എന്നുള്ളതാണ്. അതെങ്ങനെ വരും? സലാസത്തു ത്വാലിബാത്തിൻ എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.